Good afternoon. Good afternoon. Good afternoon, ma'am. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ആംബുലൻസ് സർവീസ് എവിടെ വരെ എടുത്തേ? Data records വരെ. Data records വരെ. Okay, next പറയുന്നതാണ് പാസിംഗ് വിഷ്വൽ വാർണിംഗ്സ്. നമ്മൾ ഒരു ആംബുലൻസ് കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ആംബുലൻസിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കുറെ അധികം എന്താണ് വാർണിംഗ്സ്, മുന്നറിയിപ്പുകൾ നമുക്ക് തരാറുണ്ട് അല്ലെ. ആംബുലൻസ് വരുന്നുണ്ട്, ഇന്ന ഭാഗത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ ഒരു വാഹനം, ഇപ്പൊ ആംബുലൻസ് എന്ന് പറയുന്ന ഒരു വാഹനം കടന്നു പോകുമ്പോൾ ആ വാഹനം ആംബുലൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ആ ഒരു വാഹനത്തിന്റെ പുറത്താണെങ്കിലും അതുപോലെ സൗണ്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽ ആയിട്ടുള്ള മറ്റു വാണിംഗങ്ങളായിക്കോട്ടെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ആ ഒരു വാഹനവുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിയേ, പാസിംഗ് വിഷ്വൽ വാണിംഗിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ഒന്ന് നോക്കിയേ. പിക്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കിയേ. ഈ പിക്ചേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയൊക്കെയാ കണ്ടിട്ടുള്ളത്? കണ്ടിട്ടേ ഇല്ല? ഇതിലൊരു പിക്ചറും നിങ്ങൾ കണ്ടിട്ടില്ല? ആംബുലൻസിൽ കണ്ടിട്ടുണ്ട് അല്ലെ. ആംബുലൻസിന്റെ മുകളില്, നമ്മുടെ ആ ഒരു ആംബുലൻസ് ആ ഒരു വാഹനത്തിന്റെ മുകളിൽ കണ്ടിട്ടില്ലേ ഈ പിക്ചറുകളിൽ? ഏതെങ്കിലും ഒരെണ്ണം കണ്ടിട്ടുണ്ടോ? അതുപോലെ വേറെ എവിടെയും കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകുമ്പോ കണ്ടിട്ടില്ലേ? ഇതിലേതെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോ കാണാറില്ലേ? അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകൾ, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഒക്കെ വാഹനങ്ങളിലുണ്ടല്ലോ അല്ലെ. വാഹനങ്ങളിലൊക്കെ ചില ഡോക്ടേഴ്സിന്റെ വാഹനങ്ങളിൽ നമുക്ക് ഈ ഒരു ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാം അതൊരു ഡോക്ടറുടെ വാഹനമാണ് എന്നൊക്കെ മനസ്സിലാവില്ലേ. അതുപോലെ തന്നെ ചില മെഡിക്കൽ ഫീൽഡിലുള്ളവരുടെ വർക്ക് ചെയ്യുന്ന അവരുടെ യൂണിഫോമുകളിലും ഇങ്ങനെയുള്ള ചില സിംബലുകൾ ഒക്കെ കാണാറുണ്ട്. അതൊക്കെ പാസീവ് വിഷ്വൽ വാണിംഗിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് പാസീവ് വിഷ്വൽ വാണിംഗ് പഠിക്കാനുണ്ട്, ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് പഠിക്കാനുണ്ട്, ഓഡിബിൾ വാണിംഗ് പഠിക്കാനുണ്ട്. അത് മൂന്നെണ്ണം നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിൽ പാസീവ് വിഷ്വൽ വാണിംഗിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് ഈ സിംബലുകൾ എന്ന് പറയുന്നത്. അതിൽ ആ സിംബലുകൾ എന്താണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ സിംബലിന്റെ പേര് എന്താണ് അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇൻ കേസ് ആ ഒരു പിക്ചർ തന്നിട്ട് നമ്മളോട് ഏത് സിംബലാണ്, ഏത് സിംബലിനെയാണ് ആ ഒരു ഈ ഒരു പിക്ചർ ഡിക്റ്റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് ആ സിംബൽ ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നതാണ് സ്റ്റാർ ഓഫ് ലൈഫ്. സ്റ്റാർ ഓഫ് ലൈഫ് എന്നാണ് ആ സിംബലിനെ അറിയപ്പെടുന്നത്. സെക്കൻഡ് വൺ ആണ് റെഡ് ക്രോസ്. റെഡ് ക്രോസ് നിങ്ങൾ ഈ രണ്ടെണ്ണം ആയിരിക്കും നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും ആയിരിക്കും. റെഡ് ക്രോസ് കണ്ടിട്ടില്ലേ? നമ്മളെ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ റെഡ് ക്രോസ് പോലുള്ള ഗൈഡ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ കൂടെ റെഡ് ക്രോസിന്റെ കൂടെ അവരുടെ യൂണിഫോമുകൾ, ഒരു വൈറ്റ് യൂണിഫോമിൽ ഇങ്ങനെയുള്ള സിംബലുകൾ ധരിച്ചു വരാറുണ്ടായിരുന്നില്ലേ? അപ്പൊ അതുപോലെയുള്ള റെഡ് ക്രോസിന്റെ ചിഹ്നം, അതുപോലെ തന്നെ റെഡ് ക്രസന്റ്, അതാണ് ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ള റെഡ് കളറിലുള്ള ആ ഒരു ചിഹ്നമാണ് എന്താണ് റെഡ് ക്രസന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മാൾട്ടീസ് ക്രോസ്. അപ്പൊ പാസീവ് വിഷ്വൽ വാണിംഗിൽ വരുന്ന 4 സിംബലുകളാണിത്. അതിൽ ഫസ്റ്റ് വരുന്ന സിംബലിനെ അറിയപ്പെടുന്നത് സ്റ്റാർ ഓഫ് ലൈഫ് എന്നും, സെക്കൻഡ് വൺ ആണ് റെഡ് ക്രോസ്, തേർഡ് വൺ വരുന്നത് റെഡ് ക്രസന്റ്, ഫോർത്ത് വൺ ആണ് മാൾട്ടീസ് ക്രോസ്. ഈ പിക്ചർ ഏത് സിംബലിനെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഏതാണ് ആ സിംബലിന്റെ പേര് എന്താണെന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഈ ആംബുലൻസ് എന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺ. ഇത് കണ്ടിട്ടില്ല? ആംബുലൻസിന്റെ ആ വാഹനത്തിന് പുറമെ സൈഡില് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ കണ്ടിട്ടില്ലേ? പാറ്റേൺ കണ്ടിട്ടില്ലേ? റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞ പേരാണ് കേട്ടോ, അതിന്റെ പേരാണത്. അപ്പൊ ആ പേരൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അതെന്താണ് ആ ഒരു ഷേപ്പ് ഉള്ള ചിഹ്നത്തിലാണെങ്കിൽ അതിനെ റെഡ് ക്രോസ് എന്നാ പറയുന്നത്. ആ ഒരു സി ഷേപ്ഡ് ആയിട്ടുള്ളവയെ റെഡ് ക്രസന്റ് എന്ന് പറയുന്നു. ജസ്റ്റ് ആ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ആ സിംബലിന്റെ പേര് എന്താണ് സൂചിപ്പിക്കുന്നത് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നോക്കി. ഈ ഒരു പാറ്റേൺ കണ്ടിട്ടില്ലേ നിങ്ങള്? ആംബുലൻസിന്റെ പുറമെ നമ്മുടെ ആംബുലൻസ് വാഹനത്തിന്റെ പുറത്ത് ഇങ്ങനെ ഈ കളർ തന്നെ ആവണമെന്നില്ല, റെഡും വൈറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള ഹൈലി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേൺ, അത് വ്യത്യസ്ത കളറുകളിൽ വരുന്ന എന്നാൽ ഹൈലി വിസിബിൾ ആയിട്ടുള്ള അല്ലെ, നമുക്ക് എവിടെ
നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള എന്താണ് പാറ്റേണുകളാണ് ഈ ഒരു ആംബുലൻസിന് പുറമെ ഇങ്ങനെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആംബുലൻസ് രീതി ഇതുപോലെ തന്നെയായിരിക്കും അല്ലെ. രണ്ട് കളറുകൾ ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഗ്രീനും യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറച്ചും കൂടി നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രണ്ട് കളറുകൾ മിക്സ് ചെയ്തിട്ട് അല്ലെ കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഈ ഒരു പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് ബാറ്റൺബർഗ് മാർക്കിങ്സ്. ബാറ്റൺബർഗ് മാർക്കിങ്സ് are a pattern of high visibility markings. ഈ ഒരു മാർക്കിങ്സ് എന്ന് പറഞ്ഞാൽ ഹൈ വിസിബിലിറ്റി, അതായത് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കിങ്ങുകളാണ്. അപ്പൊ രണ്ട് ബ്രൈറ്റ് കളറുകൾ മിക്സ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് കളറുകൾ, വ്യത്യസ്ത കളറുകളിലുള്ള പാറ്റേണുകളാണ്. ഒന്നിടവിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു പാറ്റേൺ പോലെ ഉണ്ടാക്കി ആ വാഹനത്തിന് പുറത്ത് എന്ത് ചെയ്യും, പെയിന്റ് ചെയ്ത് വെക്കും അല്ലെ. അതാണ് ബാറ്റൺബർഗ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, അപ്പൊ പാസീവ് വിഷ്വൽ വാർണിംഗിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തത് പറഞ്ഞ നമ്മുടെ സിമ്പലുകൾ നമ്മുടെ വാഹനത്തിന് പുറമെ യൂസ് ചെയ്യും അല്ലെ. സിമ്പലുകൾ ഏതെങ്കിലുമൊക്കെ സിമ്പലുകൾ നമ്മളൊരു എമർജൻസി, ഈ സിമ്പലുകൾ ആണെങ്കിലും ഈ ബാറ്റൺബർഗ് മാർക്കിംഗ് ഒക്കെ ആണെങ്കിലും എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പലുകളാണ് ഇവ. എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നവർ ഈ ഒരു സിമ്പൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താ, അതൊരു എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ട ഫീൽഡ് മേഖലയാണ്. ആംബുലൻസ് ഒരു എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ടതല്ലേ, അതുപോലെ ഹോസ്പിറ്റൽ ഒരു എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സിമ്പലുകളാണിത് കേട്ടോ. അപ്പൊ നോക്കി ബാറ്റൺബർഗ് മാർക്കിംഗ്, അതുപോലെ സിമ്പലുകൾ നമ്മൾ നോക്കും. ഇനി പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആർ ജനറലി പാർട്ട് ഓഫ് ദ ഡിസൈൻ ഓഫ് ദ വെഹിക്കിൾ അല്ലെ. ഇപ്പൊ ഒരു വാഹനം, ഒരു ആംബുലൻസ് എന്ന് പറയുന്ന വാഹനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ആ ഒരു വാഹനം തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു പാസീവ് വിഷ്വൽ വാർണിംഗ് അതിന് മുകളിൽ എന്ത് ചെയ്യും, പെയിന്റ് ചെയ്ത് വെക്കും അല്ലെ. അങ്ങനെയല്ലേ ആംബുലൻസ് കണ്ടിട്ടില്ലേ. അപ്പൊ ആ ഒരു ആംബുലൻസിൽ ഇങ്ങനെയുള്ള പാറ്റേണുകളാണെങ്കിലും ഇങ്ങനെയുള്ള സിമ്പലുകളാണെങ്കിലും അതിന് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു ഡിസൈൻ, ആ ഒരു ആംബുലൻസ് എന്ന് പറയുന്ന വാഹനം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതിന്റെ യൂസേജ് ഓഫ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺസ് ആർ ഇൻവോൾവ്ഡ്. ഇനി ഇവിടെ എന്താണ് ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേണുകൾ, അത് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കളറും ഉപയോഗിച്ചാണ് ഇവിടെ ആ ഒരു ഹൈ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഹൈ വിസിബിലിറ്റി ഉള്ള പാറ്റേണുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള പെയിന്റിംഗ് ചെയ്യുന്നത്. ഓൾഡർ ആംബുലൻസസ് ആൻഡ് ദോസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ മോർ ലൈക്ലി ടു ഹാവ് ദിയർ പാറ്റേൺ പെയിന്റഡ് ഓൺ. ഓൾഡർ ആയിട്ടുള്ള ആംബുലൻസുകളിലാണെങ്കിൽ അവിടെ അവരുടെ പാറ്റേൺ എന്ന് പറയുന്നത് ജസ്റ്റ് പെയിന്റ് ചെയ്ത് മാത്രമേ വെച്ചിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു ആംബുലൻസിന് പുറത്ത് ജസ്റ്റ് പെയിന്റ് ചെയ്ത് മാത്രമേ ഈ പാറ്റേൺ വെച്ചിട്ടുണ്ടാവുള്ളൂ ഓൾഡർ ആംബുലൻസിൽ. എന്നാൽ ഇപ്പൊ നമ്മുടെ മോഡേൺ ആംബുലൻസസ് നോർമലി ക്യാരി റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് വിച്ച് റിഫ്ലെക്ട്സ് ലൈറ്റ് ഫ്രം കാർ ഹെഡ്ലൈറ്റ്സ് ഓർ ടോർച്ചസ്. ഇനി മോഡേൺ ആയിട്ടുള്ള ആംബുലൻസുകളുടെ കേസ് വന്നാൽ ആ മോഡേൺ ആംബുലൻസുകൾ ഇതെങ്ങനെയാണ്, റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനുകളാണ്. എന്താ റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രതിഫലിക്കുക അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ് വരുന്ന കാറോ മറ്റേത് വാഹനമായിട്ട്, ഇപ്പൊ ഈ കാറിന്റെ ഒക്കെ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ നമ്മളൊരു ടോർച്ച് അടിക്കുമ്പോഴൊക്കെ ലൈറ്റ് ഇല്ല, ഓപ്പോസിറ്റ് ലൈറ്റ് വരാല്ലേ. അപ്പൊ അങ്ങനെ ലൈറ്റ് വന്ന് ഈ ഒരു പെയിന്റിൽ തട്ടുമ്പോ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ആ ലൈറ്റ് പ്രതിഫലിക്കും. അപ്പൊ അങ്ങനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിഫലിക്കാൻ പറ്റുന്ന ലൈറ്റിനെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പെയിന്റിങ്ങുകളാണ് എവിടെ കൊടുത്തിരിക്കുന്നത്, മോഡേൺ ആംബുലൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പകലല്ല കൂടുതലും ഇത് ഒരു ഉപകാരപ്പെടുന്നത് രാത്രി കാലങ്ങളിലാണ് അല്ലെ. അപ്പൊ രാത്രി കാലങ്ങളിലല്ലേ നമ്മൾ കൂടുതലും ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ കാറിൽ ഓപ്പോസിറ്റ് വരുന്ന ഏത് ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ, അവിടെ നിന്ന് ഓപ്പോസിറ്റ് നിന്ന് ആ വണ്ടിയിൽ നിന്നുള്ള ലൈറ്റ് വന്ന് ഈ ഒരു പെയിന്റിൽ വന്ന് പതിക്കുമ്പോൾ അതെന്താണ്, കുറച്ചും കൂടി പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ, അതായത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വാഹനങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആംബുലൻസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഓപ്പോസിറ്റ് നിന്ന് അങ്ങനെ ലൈറ്റ് അടിച്ച് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന ഒരു ആംബുലൻസ് ആണ് എന്നുള്ളത് മറ്റു വാഹനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പെയിന്റിങ് ചെയ്തത്. എന്നാൽ നോർമലി നമ്മുടെ ഓൾഡർ ആംബുലൻസിലൊന്നും ഇങ്ങനെ പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ഒരു പെയിന്റിംഗ് ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് അതൊന്ന് പെയിന്റ് ചെയ്ത് വെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് രാത്രി കാലങ്ങളിലും അത് കാണാനും ആംബുലൻസ് ആണ് വരുന്നത് നമുക്ക് കുറച്ച് മനസ്സിലാക്കാനൊക്കെ ഇരുട്ടാണെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ സമയം ഇപ്പൊ റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിഫലിക്കുന്ന രീതിയിലുള്ള പെയിന്റിംഗ് വെച്ചാണ് ആ ഒരു പാറ്റേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി എത്ര ദൂരെ നിന്ന് ലൈറ്റ് അടിച്ചാൽ പോലും ഇത് പ്രതിഫലിക്കുന്ന തിളങ്ങുന്ന രീതിയിൽ കാണുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി എന്താണ് ബ്രൈറ്റർ ആയിട്ട്
കുറച്ച് ദൂരെ നിന്ന് നോക്കിയാൽ പോലും ഹൈലി വിസിബിൾ ആയിട്ട് നല്ല വ്യക്തമായിട്ട് കാണാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് അനദർ പാസീവ് മാർക്കിംഗ് ഫോം ഈസ് ദ വേർഡ് ആംബുലൻസ്. അപ്പൊ മറ്റൊരു പാസീവ് ആയിട്ടുള്ള മാർക്കിംഗ് ആണ് വേർഡ് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ്. എങ്ങനെയാ ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് ആംബുലൻസിന്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? ആംബുലൻസ് ഒക്കെ കാണാത്തവരാണോ? കണ്ടിട്ടുണ്ട് ആംബുലൻസിലും വേർഡിലും ഫ്രണ്ടിലും തിരിച്ചല്ലേ എഴുതി വെച്ചിരിക്കുക, റിവേഴ്സ് ആയിട്ടായിരിക്കും എഴുതി വെച്ചിരിക്കുക അല്ലെ? അപ്പൊ റിവേഴ്സ് എഴുതി വെക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി? ഒരു രസത്തിന് വേണ്ടിയാണോ റിവേഴ്സ് ആയിട്ട് എഴുതി വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കണ്ടേ അല്ലെ? വെരി ഗുഡ്. മിററിലൂടെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? നമ്മളിപ്പോ ഒരു വാഹനം ഓടിച്ചു പോവാണ്, നമ്മുടെ ബാക്കിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ആ മറ്റു വാഹനങ്ങളെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാ? ബാക്കിലുള്ള വാഹനങ്ങളെ തിരിഞ്ഞാലല്ലോ നോക്കുന്നത്. നമ്മൾ ആ ഒരു സൈഡിലെ ആ റിയർ വ്യൂ മിററിലൂടെയാണ് നോക്കുന്നത് അല്ലെ? ആ വാഹനത്തിന്റെ സൈഡിലുള്ള റിയർ വ്യൂ മിററിലൂടെ നോക്കുന്ന സമയത്ത് ബാക്കിൽ ഒരു ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മിററിൽ നോക്കുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് ആംബുലൻസ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ വായിക്കാനായിട്ട് പറ്റും. അതേസമയം ശരിക്കും ആംബുലൻസ് എന്ന് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ആംബുലൻസിന് പുറമെ എഴുതിയിരിക്കുന്നതെങ്കിലോ ഈ റിയർ വ്യൂ മിററിൽ വരുമ്പോൾ നേരെ തിരിച്ചായിരിക്കും എഴുതിയിരിക്കുന്ന പോലെ ആയിരിക്കും തോന്നുക. അവർക്ക് കൃത്യമായിട്ട് ആംബുലൻസ് എന്ന് വായിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ വായിക്കാൻ, അതായത് ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഈ മിററിലൂടെ നോക്കുന്ന സമയത്ത് ഈ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട് വായിക്കാനും അതിനനുസരിച്ച് ആ വാഹനത്തിന് കടന്നു പോകാനുള്ള വഴി അനുവദിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ വേർഡ് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് റിവേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ നോക്കിയേ. Another passive marking form is the word ambulance. Ambulance എന്ന് പറയുന്ന വേർഡ് റിവേഴ്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ. ആ വാഹനത്തിന്റെ ഫ്രണ്ടില് റിവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ തിരിച്ചാണ് എഴുതിയിട്ടുണ്ടാവുക. This enable drivers of other vehicle to simply identify an approaching ambulance in their rear view mirror. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് എനേബിൾ ദ ഡ്രൈവേഴ്സ് ഓഫ് അതർ വെഹിക്കിൾ, മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് അവർക്ക് സിംപ്ലി ഈ ഒരു ആംബുലൻസ് ആണ്, ഈ മിററിലൂടെ നോക്കുന്ന സമയത്ത് ഒരു ആംബുലൻസ് ആണ് അവരുടെ പിന്നാലെ കടന്നു വരുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ടെക്നിക് ഉപയോഗിച്ചിരിക്കുന്നത്. Then ambulances may display the name of their owner or operator. അതുപോലെ തന്നെ ആംബുലൻസില് ഈ അവരുടെ ആ ഓണറിന്റെ, ആംബുലൻസിന്റെ ഓണർ അല്ലെങ്കിൽ ഓപ്പറേറ്ററുടെ പേരുകള് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? ഒരു ചാരിറ്റിയുടെ കീഴിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ചാരിറ്റിയുടെ നെയിം, സാന്ത്വനോ അല്ലെങ്കിൽ കാരുണ്യ എന്നൊക്കെ പറയുന്ന ചാരിറ്റിയുടെ പേരില് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആംബുലൻസുകളുടെ പേര് വന്നിട്ടില്ലേ? ആംബുലൻസ് ആണ് എന്നാൽ കൂടി അതിന്റെ പേരുകൾ ഡിസ്പ്ലേ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ നോക്കിയേ, an emergency telephone number for the ambulance service അല്ലെ? അതുകൂടാതെ ആംബുലൻസിന് പുറത്ത് ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട എമർജൻസി ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ഇനി റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ആംബുലൻസ് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അവരുടെ എമർജൻസി ടെലിഫോൺ നമ്പർ ഉണ്ടാവും, അതുപോലെ ആ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആ ഓണറിന്റെ നെയിം ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് നേരെ റിവേഴ്സ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ നെക്സ്റ്റ് പറഞ്ഞാണ് ആംബുലൻസ് മേ ഓൾസോ ഹാവ് എ സിംബൽ ഡിസ്പ്ലേഡ്. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞ കാര്യമാണ് അല്ലെ? സിംബൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സിംബലുകള്, അതുപോലെ തന്നെ വേർഡ് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് നേരെ റിവേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ തിരിച്ചെഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ആ ബാറ്റൺബർഗ് മാർക്കിങ്സ്, രണ്ട് ഡിഫറെന്റ് കളറുകൾ യൂസ് ചെയ്തുകൊണ്ട് ആ പാറ്റേൺ, ഹൈലി വിസിബിൾ ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടാക്കി ആ വാഹനത്തിന് രണ്ട് സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ മാർക്കിങ്സ്, ആ പാറ്റേൺ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഏത് വരുന്നതാണ്? പാസീവ് വിഷ്വൽ വാർണിംഗില് വരുന്നതാണ്. പാസീവ് വിഷ്വൽ വാർണിംഗിൽ, അതിൽ പാസീവ് വിഷ്വൽ വാർണിംഗിൽ പ്രധാനമായിട്ടും മൂന്നെണ്ണം പറയുന്നത് ഇതാണ്. ആ ബാറ്റൺബർഗ് മാർക്കിങ്സ്, ഹൈലി വിസിബിൾ ആയിട്ടുള്ള രണ്ട് കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പാറ്റേൺ ആ വാഹനത്തിന് പുറമെ കൊടുക്കുക. രണ്ടാമത് പറഞ്ഞത് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് നേരെ റിവേഴ്സ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ സിംബലുകൾ യൂസ് ചെയ്യുക. ഇതൊക്കെ പാസീവ് വിഷ്വൽ വാർണിംഗിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? പാസീവ് വിഷ്വൽ വാർണിംഗ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് അല്ലെ? ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് കാണാനും നമുക്ക് കുറച്ചും കൂടി വിഷ്വൽ ട്രീറ്റ് തരുന്ന രീതിയിലുള്ളത് അല്ലെ?
അപ്പൊ നോക്കിയേ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ ഏതാ വരുന്നത്? യൂഷ്വലി ദ വിഷ്വൽ വാർണിംഗ്സ് ഫോർ ദ ടാസ്ക് ആർ ഇൻ ദ ഷേപ്പ് ഓഫ് ഫ്ലാഷിംഗ് ലൈറ്റുകള്. മിന്നി മിന്നി കത്തുന്ന ലൈറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസിന് പോലെ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് അവർ ആ ഒരു സൗണ്ട് ഒക്കെ ഇട്ട് പോകുന്ന സമയത്ത് ഈ ലൈറ്റുകൾ കത്തി പോകുന്നത് കണ്ടിട്ടില്ലേ? ചില രീതിയിൽ അത് കറങ്ങുന്ന ടൈപ്പ് ലൈറ്റ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഓൺ ആയിരിക്കുന്ന രീതിയിലുള്ള ലൈറ്റ് ആയിരിക്കാം. കണ്ടിട്ടില്ലേ? അതാണ് അങ്ങനെയുള്ള ലൈറ്റുകളാണ് നമ്മുടെ സൈറനുകളാണ്. സൈറനുകൾ എന്ന് പറയുമ്പോൾ അത് ഓഡിബിൾ ആയിട്ട് വരും കേട്ടോ, സൗണ്ടിലേക്ക് വരും. അതേസമയം ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലൈറ്റിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലൈറ്റ് നമ്മൾ സൗണ്ട് ഉണ്ടാവും, അതോടൊപ്പം തന്നെ വരുന്നതാണ് ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആക്റ്റീവ് വിഷ്വൽ ആണെങ്കിൽ സൈറനിലേക്ക് പോകണ്ട, ജസ്റ്റ് ആ ഫ്ലാഷിംഗ് ലൈറ്റുകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ പ്രധാനമായിട്ടും വരുന്നത്. ഈ ഫ്ലാഷിംഗ് ലൈറ്റുകളാണ്, മിന്നി മിന്നി കത്തുന്ന ലൈറ്റുകൾ. This flash in order to attract the attention of other road users as the ambulance approaches. അല്ലെ, ഈ ലൈറ്റ് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആംബുലൻസ് ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ ആ എത്തുന്ന സ്ഥലത്തെ മറ്റ് ഉപഭോക്താക്കൾ, മറ്റ് റോഡ് യൂസേഴ്സ് അല്ലെ, മറ്റ് റോഡിലുള്ള മറ്റാളുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യാനും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നത്? ഇട്ടിരിക്കുന്നത്. അപ്പൊ ഫ്ലാഷിംഗ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലാഷിംഗ് മിന്നി മിന്നി കത്തുന്ന ഇങ്ങനെയുള്ള ലൈറ്റുകൾ, പല ഷേപ്പിലുള്ള ലൈറ്റുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ ലൈറ്റുകളൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ആംബുലൻസ് ഒരു സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെയുള്ള മറ്റാളുകളുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ഹെവി ട്രാഫിക് ഉള്ള സ്ഥലത്തേക്ക് ഒരു വാഹനം എത്തുകയാണെങ്കിൽ അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു ആംബുലൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അവർ സുഖമായിട്ട് ആ വഴിയിലൂടെ പോവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. To provide warning to motorists approaching a stopped ambulance in a dangerous position on the road. അതുപോലെ തന്നെ ഒരു വാർണിംഗ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? മോട്ടോറിസ്റ്റ് അല്ലെങ്കിൽ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അപ്രോച്ചിങ് എ സ്റ്റോപ്ഡ് ആംബുലൻസ് ഇൻ എ ഡേഞ്ചറസ് പൊസിഷൻ ഓൺ ദ റോഡ്. ഈ റോഡിലെ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് പൊസിഷനിൽ ഈ ആംബുലൻസ് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിർത്തിയിടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ അപ്പൊ മറ്റുള്ളവർക്ക് ഒരു വാർണിംഗ് അല്ലെങ്കിൽ മുന്നറിയിപ്പായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് വാർണിംഗ് മുന്നറിയിപ്പ് കൊടുക്കാവുന്നതാണ്. അപ്പൊ യൂഷ്വലി വിഷ്വൽ സിഗ്നൽസിൽ പ്രധാനമായിട്ടും വരുന്നത് ഏതാ? ഫ്ലാഷിംഗ് ലൈറ്റുകളാണ്. ഫ്ലാഷിംഗ് ലൈറ്റുകളിൽ ഈ ഫ്ലാഷ് എന്തിനാണ് ഇടുന്നത്? പ്രധാനമായിട്ടും ഒരു സ്ഥലത്തേക്ക് ഒരു ആംബുലൻസ് എത്തുന്ന സമയത്ത് ആ ആംബുലൻസ് എത്തുന്ന ആ സ്ഥലത്തെ മറ്റു റോഡ് യൂസേഴ്സിന് ഇത് അട്രാക്ട് ചെയ്യും, ഒരു അട്രാക്ഷൻ കിട്ടാനും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചറസ് പൊസിഷനിൽ ഈ ആംബുലൻസ് നിർത്തിയിടേണ്ടതായിട്ട് വരികയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഇടുന്നത്. കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വെയറിംഗ് beacons are blue, red, amber and white clear. However, the colors may differ by country. ഇനി കോമൺ കളറുകൾ, അതായത് ഈ ആംബുലൻസിൽ ഉപയോഗിക്കുന്ന വാർണിംഗ് ബീക്കൺസ് എന്ന് പറയുന്നത് ഈ വാർണിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റുകൾ ഏതാണ്? ഈ ഫ്ലാഷിംഗ് ലൈറ്റുകൾ പോലുള്ള ലൈറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വാർണിംഗ് ലൈറ്റുകൾ അതിന് പല കളറുകളുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന കോമൺ കളറുകളാണ് ബ്ലൂ, റെഡ് ആൻഡ് ആംബർ എന്ന് പറഞ്ഞാല് ബ്രൗണിഷ് യെല്ലോ കളറാണ് കേട്ടോ, ബ്രൗണിഷ് യെല്ലോ കളറ്. അതുപോലെ തന്നെ ഏതാണ്? ക്ലിയർ വൈറ്റ്. ഈ 4 കളറുകളാണ് കോമൺ ആയിട്ട് ആംബുലൻസ് ലൈറ്റുകളിൽ യൂസ് ചെയ്യുന്ന കളറുകൾ എന്ന് പറയുന്നത്. ബ്ലൂ, റെഡ്, ആംബർ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറ് ആൻഡ് ക്ലിയർ വൈറ്റ്. 4 കളറുകളാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ കളറുകളും ഓരോ കൺട്രി അനുസരിച്ച് ഈ കളറുകളിൽ വ്യത്യാസം വരാം. Next, there are several technologies presently used to achieve the flashing effect. നമുക്കറിയാം ഇപ്പൊ പുതിയ ടെക്നോളജി അനുസരിച്ച് ഒത്തിരി ടൈപ്പ് ലൈറ്റുകളൊക്കെ നമുക്ക് ഇറങ്ങുന്നുണ്ട് അല്ലെ, അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാഷിംഗ് എഫക്ട് ഈ ആംബുലൻസിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ദ ഫ്ലാഷിംഗ് ലൈറ്റ് ബൾബ് അല്ലെങ്കിൽ LED ബൾബുകൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള LED ബൾബുകൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലാഷിംഗ് റൊട്ടേറ്റിംഗ് ഹാലോജൻ, റൊട്ടേറ്റ് ചെയ്ത് കറങ്ങുന്ന ലൈറ്റുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ ആംബുലൻസിന്റെ മുകളിലായിട്ട്?
റൊട്ടേറ്റ് ചെയ്ത് കറങ്ങുന്ന. അപ്പൊ അങ്ങനെയുള്ള റൊട്ടേറ്റിംഗ് ഹാലോസ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ലൈറ്റുകൾ യൂസ് ചെയ്യാം. ആൻഡ് സ്ട്രോബ് ലൈറ്റ് വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ഇൻകാൻസെന്റ് ലൈറ്റ്. ഇൻകാൻസെന്റ് ലൈറ്റ് തിളങ്ങുന്ന അല്ലെങ്കിൽ മിന്നുന്ന രീതിയിലുള്ള ലൈറ്റുകളൊക്കെ കുറച്ചും കൂടി തീവ്രമായിട്ട് കത്തുന്ന രീതിയിലുള്ള ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റുകളാണ് സ്ട്രോബ് ലൈറ്റുകൾ. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആംബുലൻസിന് മുകളിൽ ആ കറങ്ങുന്ന ലൈറ്റ് മാത്രമല്ല, മുകളിലെ ആ 4 കോർണറുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ വയറ് പോലെ എന്താണ് ബൾബുകൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? രാത്രി കാലങ്ങളിൽ ഫുൾ ഒരു ലൈറ്റ് ഇട്ട രീതിയിലായിരിക്കില്ലേ വാഹനം പോവുക. അപ്പൊ മുകളില് കറങ്ങുന്ന ലൈറ്റ് കൂടാതെ തന്നെ ആ ഒരു 4 കോർണറുമായി ബന്ധപ്പെടുത്തി അവരെന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആ നീളത്തിൽ ആ കോർണേഴ്സ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ. അങ്ങനെയുള്ള ലൈറ്റ് ആണ് സ്ട്രോബ് ലൈറ്റ്. ഇത് കുറച്ചും കൂടി എന്താണ്, ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് സ്ട്രോബ് ലൈറ്റുകൾ. അതുപോലെ കറങ്ങുന്ന ലൈറ്റുകളുണ്ട്, LED ലൈറ്റുകളൊക്കെ നമുക്ക് അതുപോലെയുള്ള പല സെവറൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്ലാഷിംഗ് എഫക്റ്റ് ആംബുലൻസിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന കോമൺ കളറുകളാണ്, വാർണിംഗ് ലൈറ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോമൺ കളറുകളാണ് ബ്ലൂ, റെഡ്, ആംബർ എന്ന് പറഞ്ഞ ബ്രൗണിഷ് യെല്ലോ കളർ, ആൻഡ് ക്ലിയർ വൈറ്റ് എന്ന് പറയുന്ന കളറുകൾ. ക്ലിയർ ആയോ? Next, so as to increase safety, it is the best practice to have 360-degree coverage with the active warnings, enhancing the chance of the vehicle being seen from all sides. അതുകൊണ്ടാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രാക്ടീസ് വഴി നമുക്ക് 360-degree കവറേജ് കിട്ടും. അതായത് ഏതൊരു ആക്റ്റീവ് വാർണിംഗ് കൊടുക്കുന്നത് വഴി ഏത് സൈഡിൽ നിന്ന് ഈ ഒരു ആംബുലൻസിലേക്ക് നോക്കിയാലും നമുക്ക് ഈ ഒരു വാഹനം ആംബുലൻസ് ആണെന്ന് ഏത് ഭാഗത്ത് അല്ലെങ്കിൽ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു 360 ഡിഗ്രി ആംഗിളിൽ നിന്നും ഏതൊരു ആംഗിൾ, അതായത് ഏതൊരു പൊസിഷനിൽ നിന്നും ഏത് സൈഡിൽ നിന്നും നമുക്ക് നോക്കിയാൽ ഇതൊരു ആംബുലൻസ് ആണെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് ആയിരിക്കും ഇതിൽ കൊടുത്തിരിക്കുക. അല്ലാതെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ മാത്രമല്ല, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് മാത്രം നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലൊന്നുമല്ല. ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ക്ലിയർ ആയിട്ട് ഈ ലൈറ്റിംഗ് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗുകൾ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓഡിബിൾ വാർണിംഗ്. ഓഡിബിൾ വാർണിംഗ് എന്ന് പറയുമ്പോൾ ഏതാ വരാ? ഓഡിബിൾ വാർണിംഗില് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഐറ്റം തന്നെ ഏതാണ് ഓഡിബിൾ വാർണിംഗില് വരാ? ഏതാ വരിക ഓഡിബിൾ വാർണിംഗില്? അതെ, സൗണ്ട് വഴി അല്ലെ? സൗണ്ട് വഴിയുള്ളത് ഏതാ? അതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ആ സൗണ്ട് വരുന്ന ആംബുലൻസിന്റെ ആ സൗണ്ട് വരുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? അലാം അല്ലെങ്കിൽ സൈറനുകൾ എന്നല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. കോമൺ ആയിട്ട് പറയുന്നത് നമ്മൾ സൈറൻസ് എന്നല്ലേ. അപ്പൊ ഇവിടെയും ഓഡിബിൾ വാർണിംഗിൽ പ്രധാനമായിട്ട് വരുന്നത് ഏതാണ്? സൈറനുകളാണ്. അതായത് സൗണ്ട് ഉപയോഗിച്ചുള്ള വാർണിംഗുകൾ. Besides visual warning, ambulances can be equipped with audible warnings കൂടി ഉണ്ടായിരിക്കും അല്ലെ? നമ്മുടെ വിഷ്വൽ ആയിട്ടുള്ള വാർണിംഗുകൾ കൂടാതെ തന്നെ നമുക്ക് ഓഡിബിൾ ആയിട്ട് അല്ലെങ്കിൽ സൗണ്ടുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള വാർണിംഗുകളും കൊടുക്കാറുണ്ട്. സംടൈംസ് നോൺ ആസ് സൈറൻസ് അല്ലെ? നമ്മൾ സൈറനുകൾ എന്നാണ് കൂടുതലായിട്ടും കേൾക്കാറുള്ളതും നമ്മൾ പറയാറുള്ളതും. Which can alert people and vehicles to the presence of an ambulance before they can be seen. അല്ലെ? അതെന്താ ചെയ്യുന്നത്? ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് ആംബുലൻസ് വരുവാണെന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ആംബുലൻസ് ആ ഒരു ഭാഗത്തേക്ക് നമുക്കിപ്പോ ഒരു ആംബുലൻസിന്റെ പ്രസൻസ് കണ്ടിട്ടില്ല, അതായത് ആംബുലൻസ് ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ ആദ്യം എന്ത് കേൾക്കാറുണ്ട്? ആ വരുന്ന സൗണ്ട് നമുക്ക് ആദ്യം കേൾക്കാൻ പറ്റാറുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആളുകളെ എന്ത് ചെയ്യാനാണ്? അലേർട്ട് ചെയ്യിക്കാനായിട്ട്, അതായത് ആ വാഹനത്തിന്റെ ആംബുലൻസ് എന്ന് പറയുന്ന ആ വാഹനത്തിന്റെ പ്രസൻസ് അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ആളുകളെ അലേർട്ട് ചെയ്യാനായിട്ട് ഈ സൗണ്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. And the first hearable warning are where mechanical bells. ആദ്യത്തെ ഹിയറബിൾ വാർണിംഗ്, അതായത് ഇങ്ങനെയുള്ള ഓഡിബിൾ വാർണിംഗ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് മെക്കാനിക്കൽ ബെൽസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. Mounted to either the front of roof of the ambulance. ആംബുലൻസിന്റെ ഫ്രണ്ട് റൂഫിലായിട്ട്, ഫ്രണ്ട് ടോപ്പിലായിട്ട് എന്താണ് ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ മെക്കാനിക്കൽ ബെൽസ് പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ മോസ്റ്റ് മോഡേൺ ആംബുലൻസ് വന്നപ്പോൾ now equipped with ഇലക്ട്രോണിക് സൈറനുകളായിട്ട് മാറി. അപ്പൊ ആദ്യകാലങ്ങളില് നമ്മൾ മെക്കാനിക്കൽ ബെൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മോഡേൺ ആംബുലൻസ് വന്നപ്പോൾ അവിടെ എന്താണ് മാറിയതിന് പകരം ഇലക്ട്രോണിക്
സൈറനുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഓഡിബിൾ വാർണിംഗ്സ് കൊടുക്കുന്നത്. which produce a range of different noises which ambulance operators can use to attract more attention to themselves, especially when advancing through an intersection or in a heavy traffic. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആംബുലൻസ് പോകുന്ന സമയത്ത് ഈ സൗണ്ട് കേൾക്കുമ്പോൾ എപ്പോഴും ഒരേ സൗണ്ട് ആണോ ആംബുലൻസിന്? എല്ലാ സമയത്തും ഒരുപോലെയുള്ള സൗണ്ട് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആളെ കൊണ്ടുപോകുന്ന സമയത്ത് വ്യത്യസ്തമായിരിക്കും അല്ലെ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. അതാണ് ഇവിടെ ഡിഫറെന്റ് നോയിസസ് എന്ന് പറയുന്നത്. ഒരു റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയിസസ്. ഓരോ പേഷ്യന്റിന് ഏത് തരത്തിലുള്ള കണ്ടീഷനിലുള്ള ആളുകളെയാണ് കൊണ്ടുപോകുന്നത് എന്നതിനനുസരിച്ച് സൗണ്ടുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ആംബുലൻസ് കടന്നു പോകുമ്പോൾ അത് കുറച്ചും കൂടി ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ശ്രദ്ധ കിട്ടുകയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ ഒരു ഹെവി ട്രാഫിക് വളരെ തിരക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ആ ഒരു വഴി കിട്ടണം അല്ലെ. നമുക്ക് എത്ര തിരക്കുള്ള വഴിയാണെങ്കിലും നമ്മൾ ആംബുലൻസിന് സൈഡ് കൊടുക്കണം അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ തിരക്കുള്ള ഹെവി ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് ഈ സൈറനുകളിലൂടെ തന്നെ നമുക്ക് ഒരു ആംബുലൻസ് വരുന്നതിന്റെ ആ ഒരു പ്രസൻസ് മനസ്സിലാക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള വഴി കൊടുക്കാനും അവർക്ക് ആ വഴി സുഗമമായിട്ട് പോവാനും യാതൊരു തടസ്സവും ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോവാനായിട്ടും സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഡിഫറെന്റ് നോയിസസ് ഇടുന്നത്. അതുവഴി എന്താണ് ആളുകൾക്ക് കുറച്ചും കൂടി അവരെ അട്രാക്ട് ചെയ്യാനുണ്ട്, പെട്ടെന്ന് അവരുടെ ആ ഒരു അറ്റൻഷൻ ശ്രദ്ധ കിട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. And a new development is the use of RDS, that is radio data system of the car radios. ഇനി നമ്മൾ പുതിയ രണ്ട് ഡെവലപ്മെന്റ് ആണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ടിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡ് ആണ്. നെക്സ്റ്റ് വൺ ആണ് the ambulance is equipped with a short range FM transmitter which organize the radio of all cars within range. ഈ രണ്ട് പുതിയ ഡെവലപ്മെന്റും നമുക്ക് ഒരു എമർജൻസി മെസ്സേജുകൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് RDS റേഡിയോ ഡേറ്റ സിസ്റ്റവും അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്ററും. ഇത് രണ്ടും RDS അല്ലെങ്കിൽ റേഡിയോ ഡേറ്റ സിസ്റ്റം അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഏതാണെന്ന് ചോദിക്കുന്നത്? RDS പറഞ്ഞു തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ RDS അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ ഒക്കെ പുതിയൊരു ഡെവലപ്മെന്റ് ആണ്, നമ്മുടെ ആംബുലൻസിൽ വന്നിരിക്കുന്ന പുതിയ ഡെവലപ്മെന്റിൽ വരുന്നതാണ്. അതായത് ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ആംബുലൻസിലുള്ള എമർജൻസി സിറ്റുവേഷനിൽ പോകുന്ന ആംബുലൻസ് ആണെങ്കിൽ എമർജൻസി മെസ്സേജുകൾ മറ്റുള്ള വാഹനങ്ങളിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ, ഇപ്പൊ നമ്മുടെ FM-ലൊക്കെ അങ്ങനെയല്ലേ, ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ വരുമ്പോഴല്ലേ നമുക്കത് കേൾക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ വരുന്ന വാഹനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എമർജൻസി മെസ്സേജുകൾ നമുക്ക് കൈമാറാൻ പറ്റും. അതിപ്പോ റേഡിയോ, ഇപ്പൊ RDS ആണെങ്കിലും ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ ആണെങ്കിലും ഒരു ആംബുലൻസിൽ ഏതാണോ ഘടിപ്പിച്ചത്, ഇപ്പൊ RDS ആണ് ഘടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതേ സെയിം RDS സിസ്റ്റം ഘടിപ്പിച്ചിട്ടുള്ള ആ പ്രത്യേക റേഞ്ചിൽ വരുന്ന മറ്റു വാഹനങ്ങളുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇങ്ങനെയുള്ള ഈ RDS സിസ്റ്റം അല്ലെങ്കിൽ FM ട്രാൻസ്മിറ്റർ ഘടിപ്പിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങളില്ലേ, അപ്പൊ ആ മറ്റു വാഹനങ്ങളിലേക്ക് ഈ ഒരു സംഭവം സെയിം സാധനം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു മറ്റൊരു വാഹനം ആ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ ഉണ്ടെങ്കിൽ അവിടേക്ക് നമുക്കൊരു എമർജൻസി മെസ്സേജുകൾ നമ്മൾ ഈ വഴി വാഹനം കടന്നു വരുന്നുണ്ട് എന്നുള്ള പോലെയുള്ള മെസ്സേജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്, അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി സഹായിക്കുന്ന രണ്ട് പുതിയ മെത്തേഡുകളാണ് RDS റേഡിയോ ഡേറ്റ സിസ്റ്റം അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ. അതൊരു പ്രത്യേക റേഞ്ചിനുള്ളിലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു ഭാഗത്തേക്ക് ആംബുലൻസ് വരികയാണ്, മറ്റൊരു റേഞ്ചിനുള്ളിലുള്ള ആളുകൾക്ക് മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ആ റേഞ്ചിനുള്ളിൽ അല്ലെങ്കിൽ ആ ആംബുലൻസ് കടന്നു പോകുന്ന ആ വഴിയുടെ ആ ഭാഗങ്ങളിലുള്ള ആളുകൾ അല്ലെ, ആ ഒരു വഴിയിലുള്ള അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വാഹനങ്ങളിലേക്ക് അയക്കാനല്ലേ പറ്റുള്ളൂ. അയക്കുന്നത് കൊണ്ടല്ലേ ഉപകാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന ഈ RDS ഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ ഘടിപ്പിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങളിലേക്ക് ഈ നമ്മുടെ പ്രസന്റ് ആംബുലൻസിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? എമർജൻസി മെസ്സേജുകൾ കൈമാറാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി സഹായിക്കുന്ന പുതിയ രണ്ട് മെത്തേഡുകളാണ് RDS റേഡിയോ ഡേറ്റ സിസ്റ്റവും ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്ററും. ക്ലിയർ ആയോ?
നമുക്ക് ക്ലിയർ ആയോ? ഓക്കെ ആണോ അത്? ഇപ്പൊ നമ്മുടെ ഓഡിബിൾ വാണിംഗിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഓഡിബിൾ വാണിംഗിൽ എന്താ പറഞ്ഞത് നോക്കി. ഓഡിബിൾ വാണിംഗിൽ നമ്മൾ പറഞ്ഞത് എന്താ? ബിസൈഡ്സ് വിഷ്വൽ വാർണിംഗ്സ് കൂടാതെ നമുക്ക് ഓഡിബിൾ ആയിട്ടും നമുക്ക് അല്ലെ സൗണ്ടിലൂടെയും നമുക്ക് വാർണിംഗുകൾ കൊടുക്കാം. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഏതാ? സൈറനുകളാണ് അല്ലെ. അതുപോലെ തന്നെ അതെന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളെ എന്ത് ചെയ്യാൻ, അലേർട്ട് ചെയ്യാനായിട്ട്. ആ വാഹനം, ആംബുലൻസ് എന്ന് പറയുന്ന വാഹനം ഒരു സ്ഥലത്തേക്ക് അതിന്റെ പ്രസൻസ് എത്തുന്നതിന് മുൻപ് തന്നെ ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വാർണിംഗ് ആണ് ഓഡിബിൾ വാർണിംഗ് എന്ന് പറയുന്നത്. അതിൽ മോഡേൺ ആയിട്ടുള്ള ആദ്യകാലങ്ങളിൽ നമ്മൾ മെക്കാനിക്കൽ ബെൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പൊ മോഡേൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എന്തായി ഉപയോഗിക്കുന്നത്? ഇലക്ട്രോണിക് സൈറനുകൾ ഉപയോഗിച്ചാണ് ഈ ഓഡിബിൾ വാർണിംഗ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് പറഞ്ഞ എന്താണ്? അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ട്രാഫിക്കോ അതുപോലെ വളരെ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ആ ഒരു ആംബുലൻസിനെ സുഗമമായിട്ട് കടന്നു പോകാനായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ അട്രാക്ട് ചെയ്ത് ഇങ്ങനെയുള്ള സൈറനുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ ആളുകളെ അട്രാക്ട് ചെയ്യാനും അതുവഴി അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി സുഗമമായിട്ട് ആ വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി അതിൽ പറഞ്ഞ രണ്ട് പുതിയ മെത്തേഡുകളാണ്. എ ന്യൂ ഡെവലപ്മെന്റ് ഇസ് ദ യൂസ് ഓഫ് RDS റേഡിയോ ഡേറ്റ സിസ്റ്റം ഓഫ് കാർ റേഡിയോസിലെ പോലുള്ള റേഡിയോ ഡേറ്റ സിസ്റ്റം. അതുപോലെ തന്നെ the ambulance is equipped with a short range FM transmitter which formulate the radio of all cars within the range. ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ വരുന്ന ഇങ്ങനെയുള്ള വാഹനങ്ങൾ, അതായത് ഈ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്ററോ അല്ലെങ്കിൽ RDS അല്ലെങ്കിൽ റേഡിയോ ഡേറ്റ സിസ്റ്റം ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക റേഞ്ചിൽ വരുന്ന വാഹനങ്ങളിലേക്ക് നമുക്ക് ഈ ആംബുലൻസിൽ നിന്നും എമർജൻസി മെസ്സേജുകൾ എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പുതിയ രണ്ട് മെത്തേഡുകളാണ് RDS റേഡിയോ ഡേറ്റ സിസ്റ്റവും ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ്. ഇപ്പൊ നമ്മള് മൂന്ന് വാർണിങ്ങുകളാ പറഞ്ഞത്. പാസീവ് വിഷ്വൽ വാർണിംഗ്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്, അതുപോലെ തന്നെ ഓഡിബിൾ വാർണിംഗ്. പാസീവിൽ വരുമ്പോൾ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞ? ബാറ്റൺ ബെൽറ്റ്, മാർക്കിങ്സ് അല്ലെ. അതുപോലെ തന്നെ ആ വേർഡ് ആംബുലൻസ് എന്ന് പറയുന്ന വേർഡ് റിവേഴ്സ് ചെയ്തിരിക്കുന്നു. അതുപോലെ സിംബലുകൾ യൂസ് ചെയ്യുന്നു. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗിൽ വരുമ്പോൾ ഏതാ? ഫ്ലാഷിംഗ് ലൈറ്റുകളാണ് പ്രധാനമായിട്ടും പറഞ്ഞത് അല്ലെ. ഇനി ഓഡിബിൾ വാർണിംഗിൽ വന്നപ്പോൾ അത് സൈറനുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. മൂന്നെണ്ണവും മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ്. The ambulance ride cost can be paid from several sources and this will relay the local situation or kind of services being provided by whom and to whom. അതെന്താണ്? നമ്മളിപ്പോ ഒരു വാഹനം, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വാഹനം നമ്മൾ വിളിക്കുകയാണ്. ഇപ്പൊ പ്രൈവറ്റ് ടാക്സി ഒക്കെ നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർ ഓടുന്ന ആ ഒരു തുക നമ്മൾ കൊടുക്കണ്ടേ? അവർ പറയുന്ന ഇത്ര കിലോമീറ്റർ അവർ ഓടി എന്ന് പറഞ്ഞാൽ ആ തുക മുഴുവനും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയല്ലേ നമ്മളൊരു പ്രൈവറ്റ് ടാക്സി വിളിച്ചു കഴിഞ്ഞാല്? അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ട ഒരു ആംബുലൻസ് സർവീസ് നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആരാ പൈസ കൊടുക്കേണ്ടത്? അതിന് ആ ഒരു സർവീസിന് അവർ എത്രത്തോളം അവര് ഓടി അല്ലെങ്കിൽ റൈഡ് കോസ്റ്റ് അവർ ആ ഒരു ഓട്ടത്തിന് അവർക്ക് എത്ര രൂപ ചെലവായെന്നുള്ളത് ആ പൈസ മുഴുവൻ കൊടുക്കേണ്ടത് ആരാ കൊടുക്കണ്ടേ? ആരാ കൊടുക്കേണ്ടി വരിക? പേഷ്യൻസിന് അല്ലെ, വിളിക്കുന്ന ആരാണോ അവരാണ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെയും ആംബുലൻസുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സേവനങ്ങൾക്ക് പല രീതിയിലാണ് അവിടെ പൈസ പേ ചെയ്യേണ്ടത്. അതായത് ഇപ്പോ അവർ ആ ഓടുന്ന ആ ഒരു തുക, അവരെത്ര ഡിസ്റ്റൻസ് ഓടി എന്നതിനനുസരിച്ച് അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് വിളിക്കുന്നത്? അവരുടെ ആ ഒരു ലോക്കൽ സിറ്റുവേഷൻ എന്താണ്, അതുപോലെ ഏത് തരം സർവീസ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്, അതുപോലെ ആർക്ക് കൊടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു വാഹനത്തിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ടത്. അതിൽ നമുക്ക് 4 സർവീസ് പറയുന്നുണ്ട്. 4 സർവീസിലും 4 രീതിയിലുള്ള പേയ്മെന്റുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ചിലതിൽ കൊടുക്കേണ്ടി വരില്ല, ചിലതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫുള്ളും പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. നോക്കിയ ഫസ്റ്റ് വൺ ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, സെക്കൻഡ് വൺ ആണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, തേർഡ് വൺ ആണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഫോർത്ത് വൺ ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഗവൺമെന്റ്
ഫണ്ടഡ് സർവീസ്. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോ അറിയാലോ ഏതായിരിക്കും? ഗവൺമെന്റ് ഫണ്ട് കൊടുത്തുകൊണ്ട് നൽകുന്ന സർവീസ്. അപ്പൊ അവിടെ ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഫണ്ടിൽ നിന്നും അനുവദിക്കുന്ന ഒരു സേവനമാണ് നമ്മുടെ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ഇതിലേക്കൊക്കെ വരാം നമ്മുടെ ഗവൺമെന്റ് പരമായിട്ടുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന സേവനമാണ് ആംബുലൻസ് സേവനം. ഏതൊക്കെയാണ് വരാൻ പറ്റുന്നത് ഇവിടെ? ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ വരാം. പിന്നെ നമ്മുടെ ലോക്കൽ ബോഡി, ഏതൊക്കെയാ ലോക്കൽ ബോഡീസ് ഒക്കെ വരിക? ഏതൊക്കെയാ വരിക? നമ്മുടെ ലോക്കൽ ബോഡി ഏതൊക്കെയാ? പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെ. നമുക്ക് ആ ലോക്കൽ ബോഡീസ് വ്യത്യാസമുണ്ട്. ചിലർക്ക് പഞ്ചായത്ത് ആയിരിക്കും, ചിലർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ളവരായിരിക്കും, ചിലർ കോർപ്പറേഷനിലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലോക്കൽ ബോഡീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ആംബുലൻസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ആവശ്യം നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, നമ്മളിപ്പോ ഒരാള് മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ആംബുലൻസ് സേവനം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ ലോക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ ചിലപ്പോൾ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലറോ ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അവരെ എന്ത് ചെയ്യുക? ഉടനടി വിവരം അറിയിച്ച് അവര് മുഖേന നമുക്ക് ഈ ഒരു സേവനം ലഭ്യമാക്കാം. അപ്പൊ അത് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിനുള്ളിൽ വരുന്നതാണ്. അപ്പൊ ഈ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിനുള്ളിൽ നോക്കിയേ, the full or the majority part of the cost of transport by ambulance is borne by the local, regional or national government through their ഓർഡിനറി ടാക്സേഷൻ. അപ്പൊ ഇവിടെ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിൽ അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ള തുക, അതായത് ഈ ഒരു ആംബുലൻസ് സർവീസ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചെലവായ തുക നമ്മൾ കൊടുക്കണം അല്ലെ. ഇപ്പൊ എത്ര ദൂരം ഓടി എന്നുള്ള രീതിയിലുള്ള ഒരു തുക നമ്മൾ അവർക്ക് കൊടുക്കണമല്ലോ. ആ കൊടുക്കേണ്ട തുക ഒന്നില്ലെങ്കിൽ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗവും ആര് തന്നെ കൊടുത്തിരിക്കും? ഈ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ആ ലോക്കൽ ബോഡി കൊടുത്തിരിക്കും. നമുക്ക് ചെറിയ രീതിയിലുള്ള, ചിലപ്പോ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരില്ല, ചില സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു തുക മാത്രം നമ്മൾ കൊടുത്താൽ മതിയാവും. ബാക്കി ഫണ്ട് മുഴുവൻ അല്ലെങ്കിൽ ബാക്കി ഫുൾ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി പാർട്ട് ഓഫ് ദ കോസ്റ്റും ആര് കൊടുക്കും? ട്രാൻസ്പോർട്ടഡ് ബൈ ആംബുലൻസ് ബോൺ ചെയ്യൽ നിർവഹിക്കുന്ന ആരാണ്? ബൈ ദ ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ അല്ലെങ്കിൽ നാഷണൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളായിരിക്കും. അപ്പൊ അവിടെ ഇൻക്ലൂഡഡ് ടാക്സ് ഉൾപ്പെടെ അവരെന്ത് ചെയ്യുന്നത് കൊടുത്തിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫണ്ട് സർവീസ് ആണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാവാം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ പോലെയുള്ള അവരുടെ കീഴിൽ വരുന്ന ഇങ്ങനെയുള്ള സേവനങ്ങൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം? അവരുമായിട്ട് സംസാരിച്ച് നമുക്കത് ലഭ്യമാക്കാം. അങ്ങനെ ലഭ്യമാക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഒന്നിനെങ്കിലും മുഴുവനായിട്ടും അതിനു വേണ്ടി ചിലവാകുന്ന തുക അവർ തന്നെ ചിലവാക്കും, അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗവും അവർ ചിലവാക്കും. ചെറിയൊരു തുക മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുള്ളൂ? കൊടുക്കേണ്ടതായിട്ട് വരാറുള്ളൂ. അതിൽ ടാക്സ് ഉൾപ്പെടെ അവരെന്ത് ചെയ്യും? അത് അവർ തന്നെ ഫുള്ളായിട്ട് ഒരുവിധം മെജോറിറ്റിയും അവർ തന്നെ കൊടുത്തിരിക്കും. അതാണ് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്. നമുക്ക് അധികം തുകയൊന്നും അതിൽ ചെലവാവില്ല. ഇനി അതേസമയം പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അവിടെ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതുപോലെ റിഡക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമോ? ഗവൺമെന്റ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് ആവുമ്പോ അവിടുത്തെ തുക മുഴുവനും എന്ത് ചെയ്യേണ്ടി വരും? നമ്മള് ആ ഒരു ആംബുലൻസ് സർവീസ് വിളിച്ചു കഴിഞ്ഞാൽ മുഴുവൻ തുക ആര് കൊടുക്കും? ആരെ കൊടുക്കേണ്ടി വരാ? നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ടാക്സി ഒക്കെ വിളിച്ചാലും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ മുഴുവൻ തുകയും നമ്മൾ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട്, ആ ഒരു ആംബുലൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന എല്ലാ ചിലവായ തുകയും ആര് കൊടുക്കേണ്ടതായിട്ട് വരും? ഷുഡ് ബി ബൈ ദംസെൽസ്. ആരാണോ ആംബുലൻസ് സേവനം വിളിക്കുന്നത് അവർ തന്നെ മുഴുവൻ തുകയും അടയ്ക്കേണ്ടതായിട്ട് വരും. ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. ഈ ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇൻഷുറൻസ് കവറിനുള്ളിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ആ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? ആ തുക അടച്ചോളൂ. അപ്പൊ അത് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. മുഴുവൻ തുകയും ആ ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട മുഴുവൻ തുകയും ആരാണോ ആംബുലൻസ് സേവനം ആവശ്യപ്പെടുന്നത് അവര് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇൻഷുറൻസ് പോളിസി കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും? അത് പേ ചെയ്തോളൂ. അതാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. നെക്സ്റ്റ് വരുന്നതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ചാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇപ്പൊ ഒരു ചാരിറ്റി നമുക്കൊരു സേവനം നൽകുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? നമ്മളിപ്പോ ഒരു സഹായമായിട്ടൊക്കെ നമുക്ക് തരുന്ന സമയത്ത് അവരെങ്ങനെയായിരിക്കും? ഫ്രീ ആയിരിക്കും അല്ലെ. എന്താണ്? ഫ്രീ ഓഫ് ചാർജ് ആയിരിക്കും അല്ലെ. അതാണ്
ചാരിറ്റി ഫണ്ടഡ് സർവീസിൽ വരുന്നത്. ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യൻസ് ബൈ എ ചാരിറ്റി. ആ ചാരിറ്റിയുടെ സഹായവുമായി ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ആംബുലൻസ് സേവനം തികച്ചും ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നത്. ഓൾദോ കോൺട്രിബ്യൂഷൻസ് മേ ബി സോൾഡ് ഫോർ സർവീസസ് റിസീവ്ഡ്. ഇനി അവർ തരുന്ന ഈ സേവനവുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ അവർ നമ്മൾ നൽകി കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുന്നതാണ്. അതായത് ഇപ്പൊ തുകയായിട്ട് അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കാനല്ല അവർ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് വയ്യാതെ കിടക്കുന്ന ഒരു പേഷ്യന്റ് മരണപ്പെട്ടു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇപ്പൊ അവര് വയ്യാതെ കിടക്കുന്ന ഒരാള് ചിലപ്പോ അവര് ഭേദമായി കഴിഞ്ഞാൽ ഇപ്പൊ അവർ ഉപയോഗിച്ചതായിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് തീരെ മോശമായതല്ല പറയുന്നത്, മറ്റൊരാൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇപ്പൊ വാട്ടർ ബെഡുകളോ അല്ലെങ്കിൽ വീൽ ചെയറുകളോ സ്ട്രക്ചറുകളോ അല്ലെങ്കിൽ നമ്മുടെ വാക്കിംഗ് സ്റ്റിക്കുകൾ പോലെയുള്ള പിന്നീട് മറ്റൊരാൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇവർക്ക് ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവനയായിട്ട് നൽകുകയാണെങ്കിൽ അവരത് എന്ത് ചെയ്യും, സ്വീകരിക്കാറുണ്ട്. അല്ലാതെ ഈ ഒരു ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഫീസും അവർ എന്ത് ചെയ്യുന്നില്ല, ചാർജും ഈടാക്കുന്നില്ല. അതാണ് ചാരിറ്റി ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. ചാരിറ്റിയുടെ ഒരു കെയർ ഓഫ് അല്ലെങ്കിൽ ചാരിറ്റിയുമായി ബേസ് ചെയ്ത് നമുക്ക് നൽകുന്ന ഒരു സഹായം പോലെയാണ് അവർ ചെയ്യുന്നത്. അവിടെ ഈ ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട് യാതൊരു തുകയും നമ്മൾ പേ ചെയ്യേണ്ടതില്ല. അത് നമുക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് അവർ തരുന്നത്. അതേസമയം ചെറിയ രീതിയിലുള്ള സംഭാവനകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അതെങ്ങനെയുള്ളതാണ്, മറ്റുള്ള ആളുകൾ കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും വീൽ ചെയറോ വാക്കിംഗ് സ്റ്റിക്കോ അല്ലെങ്കിൽ വാട്ടർ ബെഡുകൾ പോലെയുള്ളവ എന്ത് ചെയ്യാൻ അവർക്ക് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഒരു സംഭാവന പോലെ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അത് അവര് സ്വീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ നമ്മൾ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിന് പറഞ്ഞല്ലോ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കും ഒരു ആംബുലൻസ് സേവനം? പ്രൈവറ്റ് ഹോസ്പിറ്റലില് എങ്ങനെയായിരിക്കും? പ്രൈവറ്റ് ഹോസ്പിറ്റലില് നമ്മൾ പേ ചെയ്യണം അല്ലെ, നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ, പേ ചെയ്യണം, അത് നിർബന്ധമാണ്. ഇനി ഇൻ കേസ് ചില കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഹോസ്പിറ്റൽസ് മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ്. ഹോസ്പിറ്റൽസ് ആംബുലൻസ് സേവനം ഫ്രീ ആയിട്ട്, ഒരു തുകയും കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് എന്താണ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. ഏത് കണ്ടീഷനിലാണ്? ഓൺ ദ കണ്ടീഷൻ ദാറ്റ് പേഷ്യൻസ് യൂസ് ദ പേഷ്യൻസ് hospital services which they may have to pay for. അതായത് ഹോസ്പിറ്റലില് ഒരു പ്രത്യേക സാഹചര്യത്തില് ഹോസ്പിറ്റലിൽ വെച്ച് ഇപ്പൊ അവരുടെ ട്രീറ്റ്മെന്റുകൾ ഒത്തിരി ദിവസങ്ങളായിട്ട് അവിടെ തന്നെ ട്രീറ്റ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടാലോ, അതല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥിതിയൊക്കെ കുറച്ച് പെട്ടെന്ന് വഷളായി കഴിഞ്ഞാലൊക്കെ ആ ഹോസ്പിറ്റലുകാർക്ക് ഈ ഒരു പേഷ്യന്റിനെ അവിടെ നിന്ന് മരണപ്പെട്ട വ്യക്തിയുടെ ഡെഡ് ബോഡി ആവാം, അല്ലെങ്കിൽ ആ പേഷ്യന്റിനെയൊക്കെ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അവർ ആരും എന്ത് ചെയ്യാറില്ല, ഹോസ്പിറ്റലുകാര് പേഷ്യൻസ് ആ ഒരു പേയ്മെന്റ് വാങ്ങിക്കാറില്ല, ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. കാരണം എന്താണ്, അത്രയും ദിവസം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും അവിടെ എടുത്തത് ആ ഹോസ്പിറ്റലിലാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ട്രീറ്റ്മെന്റുകൾ എല്ലാം എടുത്തതുമായി ബന്ധപ്പെട്ട് എല്ലാ തുകയും അവർ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ വെച്ച് അവരുടെ കണ്ടീഷൻ എന്തായി, കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ മരണപ്പെട്ടു പോവുകയോ ചെയ്യുന്ന കണ്ടീഷൻസിൽ, അങ്ങനെയുള്ള പ്രത്യേക കണ്ടീഷൻസിൽ മാത്രം പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യാറ് ആംബുലൻസ് സർവീസിന് ഫീസ് ഈടാക്കാറില്ല, പേയ്മെന്റ് കൊടുക്കേണ്ടി വരാറില്ല. അല്ലാത്ത പക്ഷം മറ്റെന്ത് കാര്യങ്ങൾക്കും നമ്മൾ ഒരു ആംബുലൻസ് സേവനം ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അവര് പേയ്മെന്റ് ഈടാക്കും. അപ്പൊ അവർ ഹോസ്പിറ്റലിലുള്ള ആംബുലൻസ് സർവീസ് കിട്ടിയില്ലെങ്കിൽ അവർ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് സർവീസ് നമ്മളോടേക്ക് കണക്ട് ചെയ്ത് തരികയും നമ്മൾ ആ ഒരു വിളിച്ചിരിക്കുന്ന എത്ര കിലോമീറ്റർ അവർ ഓടിയതിനനുസരിച്ച് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള പർട്ടിക്കുലർ പ്രത്യേകമായിട്ടുള്ള കണ്ടീഷൻസിന് മാത്രം ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ഫ്രീ ആയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകാര് നമുക്ക് തരുന്നുണ്ട്. അതാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടേതായ രീതിയിൽ, അതായത് ആ പെട്ടെന്ന് ഒരു അവരുടെ കണ്ടീഷൻ മോശമായാലോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ മരണപ്പെട്ടു പോയാലൊക്കെ അവരുടെ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് അത്രയും നാൾ അവർ ആ ഒരു സർവീസിന് വേണ്ടിയിട്ട് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി പൈസ മുഴുവൻ ചെലവാക്കുന്നത് ഹോസ്പിറ്റലല്ലേ. അതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള പ്രത്യേക കണ്ടീഷന് മാത്രമേ അവര് ഫ്രീ ആയിട്ട് തരുന്നുള്ളൂ. ആ 4 ക്ലിയർ ആയോ? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഓക്കെ ആണോ?
ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് 108. കേട്ടിട്ടുണ്ടോ? 108 ഒരു എമർജൻസി സർവീസ്. ഏത് എമർജൻസി സർവീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ 108 അല്ലെങ്കിൽ 108 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുന്നത്? ഏത് എമർജൻസി? വെരി ഗുഡ്, ആംബുലൻസ് സർവീസിന് വേണ്ടി അല്ലെ? എമർജൻസി ആയിട്ടുള്ള ഒരു ആംബുലൻസ് സർവീസിന്റെ സേവനം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം വിളിക്കേണ്ട ഒരു നമ്പറാണ് 108 അല്ലെങ്കിൽ 108 എന്ന് പറയുന്ന നമ്പർ. അത് ചോദിക്കാറുണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻസിൽ പല നമ്പറും കാണും, 102 കാണും, 118 കാണും, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസിൽ പല നമ്പർ ഉണ്ടാവും. പക്ഷെ 108 അല്ലെങ്കിൽ 108 എന്ന് പറയുന്ന ആ ഒരു നമ്പറാണ് ആംബുലൻസ് സർവീസിന് വേണ്ടി നമ്മൾ വിളിക്കുന്ന എമർജൻസി നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹൗ ഇറ്റ്സ് വർക്ക്. ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു 108 അല്ലെങ്കിൽ ഈ ഒരു എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കിയേ, ഹൗ ഇറ്റ് വർക്ക്സ് എന്താണ് ചോദിക്കുന്നത്? when an emergency is intimated through 108. ഒരു 108ലേക്ക് നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഇന്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയിക്കുക. അപ്പൊ അങ്ങനെ ഒരു 108 അല്ലെങ്കിൽ 108 എന്ന് പറയുന്ന നമ്പറിലേക്ക് നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ വിളിക്കുകയാണ്. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ ഒരു ആക്സിഡന്റ് ആണ് നടന്നിരിക്കുന്നതിൽ, ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയിക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട്, അങ്ങനെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ആ 108 എന്ന് പറയുന്ന 108 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണ് വിചാരിക്കുക. ആ വിളിക്കുന്ന ആളാരാണ്? കോളറാണ് അല്ലെ? നമ്മളാണ് ഇപ്പൊ വിളിക്കുന്നതെങ്കിൽ നമ്മളപ്പോ കോളറാണ്. അവിടുത്തെ കോളർ എന്ത് ചെയ്യണം? the need and basic information and send appropriate services. ആ വിളിക്കുന്ന വ്യക്തി കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കണം, അത് മനസ്സിലാക്കി വെച്ചുകൊണ്ടായിരിക്കണം അവരിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്? ആ സർവീസ് ആവശ്യപ്പെടേണ്ടത്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എടുക്കുന്ന ആ എമർജൻസി ഓപ്പറേറ്ററിന് ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലായാൽ മാത്രമേ അതിനനുസരിച്ചുള്ള ആംബുലൻസും സേവനങ്ങളും അവർക്ക് ഇങ്ങോട്ടേക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ വിളിക്കുന്ന കോളറ് കണക്ട് ചെയ്ത് വെച്ചതിന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യാൻ പാടുള്ളൂ? വിളിച്ച് കാര്യങ്ങൾ ആവശ്യപ്പെടാനായിട്ട് പാടുള്ളൂ, ആ ഒരു സേവനം ആവശ്യപ്പെടാൻ പാടുള്ളൂ. എന്തൊക്കെയാണ് പ്രൈമറി ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നോക്കിയേ. ഫസ്റ്റ് വരുന്നതാണ് where the call is placed from. എവിടെ നിന്നാണ് നമ്മൾ ഈ കോള് വിളിക്കുന്നത് അല്ലെ? ആദ്യം നമ്മൾ അത് പറയണ്ടേ, where the call is placed, എവിടെ നിന്നാണ് നമ്മൾ ആ കോള് വിളിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. അതായത് ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, ഏത് താലൂക്ക്, ഏത് സിറ്റി, ഏത് ടൗണിൽ നിന്നാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സാക്ട് ലൊക്കേഷൻ, കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ, ഇനി ലാൻഡ് മാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് എമർജൻസി ടൈപ്പ്. ഏത് തരത്തിലുള്ള എമർജൻസി കണ്ടീഷൻ ആണ് അവിടെ ഉള്ളത്. ഒരു വലിയ ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് ആണ്, ഇനി എന്തെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെങ്കിൽ സൂയിസൈഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ, അതുപോലെ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഒത്തിരി കണ്ടീഷൻസിൽ നമുക്ക് ഈ ഒരു ആംബുലൻസിന്റെ സേവനം ആവശ്യമായിട്ട് വരുമല്ലോ. അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു എമർജൻസി ആണ് ഇപ്പൊ നിലവിലുള്ളത് അവിടെ ഉള്ളത് എന്നുള്ളത് വ്യക്തമാക്കുക. നമ്പർ ഓഫ് പീപ്പിൾ ഇൻജേർഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇൻജേർഡ്. ഒരു ആക്സിഡന്റ് ആണ് നടന്നെങ്കിൽ എത്ര പേര് ആ ഒരു ആക്സിഡന്റിൽ ഉൾപ്പെട്ടു, എത്ര നമ്പർ ഓഫ് ആളുകൾ ആ ഒരു ഇൻസിഡന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ നിലവിൽ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷമേ ഇവരെന്ത് ചെയ്യാൻ പാടുള്ളൂ? കോള് വിളിക്കാൻ പാടുള്ളൂ. അല്ലാതെ നേരെ ചെന്ന് വിളിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പ്രശ്നം പറ്റി അവിടേക്ക് വരണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഏത് ആംബുലൻസ് സർവീസ് ആണ് വിടേണ്ടതെന്ന് അവർക്ക് തീരുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ അവരുടെ നിലവിലത്തെ അവസ്ഥ എന്താണ്, അതുപോലെ കോളർ നെയിം ആൻഡ് കോൺടാക്ട് നമ്പർ ഫോർ ലൊക്കേഷൻ ഗൈഡൻസ് ഇഫ് നീഡഡ്. ആ വിളിക്കുന്ന കോളറിന്റെ പേരും അവരുടെ കോൺടാക്ട് നമ്പറും അവർക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ലൊക്കേഷനിലേക്ക്, ആ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് ആ ഒരു ആംബുലൻസ് സർവീസ് എത്തുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടായെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നേതൃത്വം നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള നമ്പറും പേരും ഒക്കെ അവര് വാങ്ങിച്ചു വെക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഒരു പ്രൈമറി ഇൻഫർമേഷൻസ് ബോധ്യമായതിനു ശേഷം മാത്രമേ അവിടേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിളിച്ച് അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ വിളിക്കുന്ന കോളർ കളക്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. എവിടെ നിന്നാണ് കൃത്യമായിട്ട് ആ കോള് വിളിക്കുന്നത്, ആ എമർജൻസി സിറ്റുവേഷൻ നടക്കുന്ന ആ കൃത്യ സ്ഥലം എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കണം. അതുപോലെ ഏത് തരത്തിലുള്ള
തരത്തിലുള്ള എമർജൻസി ആണ് അവിടെ, ഏത് തരം എമർജൻസി ആണ് അവിടെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. എത്ര പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, നിലവിൽ അവരുടെ അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ ആ കോളർ വിളിക്കുന്ന ആളുടെ പേരും നമ്പറും കൊടുക്കുക. കൃത്യമായിട്ട് ആ ലൊക്കേഷനിലേക്ക് എത്താൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പേരും നമ്പറും വാങ്ങിയിരിക്കുന്നത്. ഇത്രയും ഓക്കെയാണോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ വിളിക്കുന്നത്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നതാണ് എമർജൻസി ഹെൽപ്പ് സെൻഡ് ത്രൂ ദിസ് പ്രോസസ് ഈസ് എക്സ്പെക്ടഡ് ടു റീച്ച് ദ സൈറ്റ് ഓഫ് ദ എമർജൻസി ഇൻ ആൻ ആവറേജ് ഓഫ് 18 minutes. ഇങ്ങനെ ഒരു എമർജൻസി നമ്മൾ 108 108 പറയുന്ന നമ്പറിലേക്ക് നമ്മൾ ഒരു ആംബുലൻസ് സർവീസുമായി ബന്ധപ്പെട്ട് ഒരു സഹായം ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് എക്സ്പെക്ട് ചെയ്യാൻ പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന് പറയുന്നത് ഒരു ആവറേജ് ഒരു 18 മിനിറ്റിനുള്ളിൽ ആ സേവനം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടതാണ്. കാരണം എന്താ, ഇപ്പൊ ആംബുലൻസ് വിളിക്കുന്ന നമ്മൾ അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴല്ലേ നമ്മൾ ആംബുലൻസ് വിളിക്കുന്നത്. അപ്പൊ അവിടെ ഒത്തിരി സമയം, അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആംബുലൻസ് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ കൃത്യമായിട്ട് ഒരു ആവറേജ് ഒരു 18 മിനിറ്റിനുള്ളിലെങ്കിലും ആ ഒരു സേവനം നമ്മുടെ ആ ഒരു കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കണം. ഇനി pre-hospital care will be given to patients who are transported to the nearest hospital. അല്ലെ, നമ്മൾ പല ടൈപ്പ് ആംബുലൻസ് പഠിച്ചില്ലേ? അപ്പൊ അതില് ആ സിറ്റുവേഷൻ അതാണ് അവർ ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? കൃത്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർക്ക് എന്താണ് ഫസ്റ്റ് എയ്ഡ് പോലെ കൊടുക്കേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവർക്ക് അതിൽ നിന്ന് ആ ഒരു വിളിക്കുന്ന കോളം കൊടുക്കുന്ന ഇൻഫർമേഷൻസ് നിന്ന് മനസ്സിലാവുകയും അതിനനുസരിച്ചുള്ള ഏത് ആംബുലൻസ് ആണോ വേണ്ടത് അങ്ങനെയുള്ള ആ ടൈപ്പ് ആംബുലൻസ് ആണ് ഇവിടെ ആ ഒരു സ്ഥലത്തേക്ക് വിടുക. അപ്പൊ ആ സമയത്ത് ആ തരത്തിലുള്ള ആംബുലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡുകൾ പോലെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെയർ കൊടുക്കാനായിട്ട് പറ്റും. അവരുടെ നിലവിലത്തെ ആ ഒരു നില കൂടുതൽ വഷളാവാതിരിക്കാനായിട്ട് നമുക്കത് സഹായകമാവും. സർവീസ് ഇസ് ജനറലി ഫ്രീ ടു പേഷ്യൻസ്. പേഷ്യൻസിന് ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് 108 എന്ന് പറയുന്ന ആംബുലൻസ് സർവീസ് എങ്ങനെയാണ് നൽകുന്നത്? ഫ്രീ ആയിരിക്കും. ഓക്കെ, then 108 is generally by the EMRI. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. EMRI, എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. EMRI, Emergency Management and Research Institute, across more than 10 states in India. Emergency Management and Research Institute എന്ന് പറയുന്നത് ഇതിന്റെ കീഴിൽ വരുന്ന, അതായത് ഇതിന്റെ കീഴിൽ വരുന്ന ഒരു സേവനമാണ് 108 എന്ന് പറയുന്ന ആംബുലൻസ് സർവീസ്. അപ്പൊ അത് നമ്മുടെ ഇന്ത്യയില് 10ൽ കൂടുതൽ സ്റ്റേറ്റിലും ഈ 108 എന്ന് പറയുന്ന ഈ EMRIയുടെ കീഴിൽ വരുന്ന ആ ഒരു സേവനം ഒരു 10ൽ കൂടുതൽ ആളുകൾക്ക് സ്റ്റേറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയില് 10ൽ കൂടുതൽ സ്റ്റേറ്റുകളിലും ഈ EMRI എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ വരുന്ന ഈ 108 എന്ന് പറയുന്ന ആ ഒരു സേവനം ഉപയോഗിക്കുന്നുണ്ട്, നിലവിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. Then during an emergency situation, ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ knowing what to do might save someone ലൈഫ്. അല്ലെ, എന്താണ് ആ ഒരു ഇമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഒരാളുടെ ജീവൻ വരെ രക്ഷിക്കാൻ പറ്റും വരാം. അല്ലെ, നമ്മൾ അന്നേരം കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതേസമയം ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരാളുടെ ചിലപ്പോൾ ജീവൻ വരെ രക്ഷിക്കാനായിട്ട് സാധിക്കും. Here are few tips on what you should tell the emergency dispatcher while calling for an ambulance. ഒരു എമർജൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയിപ്പ് കൊടുക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അവരെ വിളിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് കോളർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതിന് കുറച്ച് ടിപ്പുകളാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കൂടി ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് മാത്രം കേട്ടോ. നോക്കി, ഫസ്റ്റ് വൺ, be calm and tell the emergency operator the details of the type of emergency. ഏത് തരത്തിലുള്ള എമർജൻസി ഏത് തരത്തിലുള്ള എമർജൻസി ആണ്? അല്ലെ, സൂയിസൈഡ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് മൂലമുള്ളതാണോ, എന്തെങ്കിലും ആക്സിഡന്റ് ആണോ, അതുപോലുള്ള ഏത് തരത്തിലുള്ള എമർജൻസി ടൈപ്പ് ആണ് എന്നുള്ളത് ആ ഒരു എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി വിളിക്കുന്ന കോളർ എങ്ങനെയായിരിക്കണം? കാമായിരിക്കണം, വളരെ ശാന്തമായി നിന്നുകൊണ്ടായിരിക്കണം കോൾ ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിലോ നമ്മൾ വളരെ ടെൻഷൻ ആയിട്ടാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വിളിക്കുന്ന കോളർ എപ്പോഴും വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ശാന്തമായി നിന്നുകൊണ്ട് വളരെ വ്യക്തതയോടെ എന്ത് ചെയ്യുക? എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. അപ്പൊ ആദ്യം നമ്മൾ പറയേണ്ടത് എന്തായിരിക്കണം? ആ എമർജൻസി ടൈപ്പ് ഏത് തരത്തിലുള്ള എമർജൻസി ആണ്, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക? ആ എമർജൻസി ഓപ്പറേറ്ററിന് കൊടുക്കുക.
രണ്ടാമത്തത് you will be demanded to tell him or her the address to where the ambulance should reach that include postal code. അതുപോലെ തന്നെ എവിടെ എന്താണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടേണ്ടത് ഈ കോളർ ആ അഡ്രസ്സ്, അതായത് ഏത് സ്ഥലത്തേക്കാണോ ഈ ആംബുലൻസ് വരേണ്ടത് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിന് കൃത്യമായിട്ടുള്ള സ്ഥലത്തിന്റെ അഡ്രസ്സ് വിത്ത് പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ ആ ഒരു അഡ്രസ്സ്, ആ സ്ഥലത്തിന്റെ കൃത്യമായിട്ടുള്ള അഡ്രസ്സിലൂടെ ഈ ആംബുലൻസ് സേവനം വരാനായിട്ട് ആവശ്യപ്പെടുക. മൂന്നാമത്തത് your phone number may also be inquired for in case the operator wants to contact you for direction. Inquiry ചെയ്യാന്ന് പറഞ്ഞാൽ ആരായുക. അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ, ആ കോളറിന്റെ ഫോൺ നമ്പർ അവർ ആരായുകയാണെങ്കിൽ, അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്പറും അവരുടെ പേരും എന്ത് ചെയ്യുക, കൊടുക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്പറേറ്റർ വാണ്ട്സ് ടു കോണ്ടാക്ട് യു ഫോർ ഡയറക്ഷൻസ്, ആ ലൊക്കേഷനിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കോളറിന്റെ ഫോൺ നമ്പർ പേരൊക്കെ അവർ എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ് he or she will also need the patient's age, sex and any medical history you might recollect. ഇപ്പൊ ഒരു വ്യക്തിക്കാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അത് നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊക്കെ വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് ആ പേഷ്യന്റിന് എത്ര ഏജ് ആയിട്ട്, ഏകദേശം എത്ര വയസ്സായി, അതുപോലെ ഏത് മെയിലാണോ ഫീമെയിലാണോ, അതുപോലെ അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ, മറ്റെന്തെങ്കിലും രോഗങ്ങളായിട്ട് ചികിത്സയിലുള്ളവരായിരുന്നു. ഒരു അറ്റാക്ക് വന്ന പേഷ്യന്റിനെ കുറിച്ചൊക്കെയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള പേഷ്യന്റിനെ നമുക്ക് പറഞ്ഞു കൊടുക്കാലോ, അവരിങ്ങനെ ഹാർട്ട് പ്രോബ്ലം ഉള്ള ആളുകളായിരുന്നു, അവർ ട്രീറ്റ്മെന്റുകളിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാലോ. ഏകദേശം വയസ്സ് ഏതാണ്, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ, നമുക്ക് റിക്വസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും അവർക്ക് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ് the operator will also need to know if the person is bleeding. അതുപോലെ വരുന്ന നമ്മൾ വിളിച്ചു പറയുന്ന ഓപ്പറേറ്റർ ചോദിക്കുകയാണ്, ഈ ഉള്ള പേഷ്യന്റ്, നിലവിൽ ഇപ്പൊ അവിടെ ഉള്ള പേഷ്യൻസിന് എന്തെങ്കിലും ബ്ലീഡിങ്ങുകൾ ഉണ്ടോ, ബ്ലഡ് പോകുന്നുണ്ടോ, ബ്ലീഡിങ്ങുകൾ ഉണ്ടോ, അതുപോലെ അവർ കോൺഷ്യസ് ആണോ, ബോധവാന്മാരാണോ, നിലവിൽ അല്ലെങ്കിൽ ബോധാവസ്ഥയിലാണോ എന്നുള്ള കാര്യം അവർക്കറിയണം. അതുപോലെ ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന അവർക്ക് അനുഭവപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ആ ഓപ്പറേറ്ററിനോട് ഇവർക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. കാരണം എന്താണ്, നമുക്ക് പലതരത്തിലുള്ള ആംബുലൻസുകൾ ഉണ്ട് അല്ലെ, ആ ആംബുലൻസിൽ ഇങ്ങനെ നെഞ്ചുവേദനയുള്ളതോ അല്ലെങ്കിൽ ബ്രീതിങ് ഉള്ള പേഷ്യൻസ് ആണ്, അതിനനുസരിച്ചുള്ള സ്റ്റാഫ് ഉൾപ്പെടുന്ന ആംബുലൻസ് സർവീസ് ഈ ഭാഗത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഉള്ള നിലവിൽ ആ ഒരു കണ്ടീഷനുള്ള പേഷ്യൻസിന് എന്തെങ്കിലും ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ, അവർക്ക് നെഞ്ചുവേദന, ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടുന്നുണ്ടോ, അവരിപ്പോഴും ബോധാവസ്ഥയിൽ തന്നെയാണോ, അതുപോലെ തന്നെ ബ്ലീഡിങ്ങുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ ഇപ്പോൾ അവർക്കുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ you will also be demanded to make clear the type of injury or emergency and what caused that incident. അതുപോലെ തന്നെ എന്താണ്, ആ ഏത് തരത്തിലുള്ള ഇഞ്ചുറി ആണ്, ഏത് തരത്തിലുള്ള എമർജൻസി ആണ്, വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കോളർ ആണ്. ആൻഡ് വാട്ട് കോസ് ദ ഇൻസിഡന്റ്, ഒരു ആക്സിഡന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാവാനുള്ള കാരണം, അത് ചിലപ്പോൾ സൂയിസൈഡ് ആണെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ഫാമിലി ഇഷ്യൂ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഹാർട്ട് പ്രോബ്ലം ഉള്ള ആളായിരുന്നു നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ആക്സിഡന്റിനുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ ആക്സിഡന്റ് മൂലമാണ് ഇങ്ങനെ ഒരു എമർജൻസി കേസ് ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള കൃത്യമായിട്ടുള്ള കാരണം അറിയാമെങ്കിൽ അതും വളരെ ക്ലിയർ ആയിട്ട് ആ എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്, ഏത് തരത്തിലുള്ള എമർജൻസിയാണ്, അവർക്ക് എന്തെങ്കിലും മറ്റു നിലവിൽ അവർക്കുള്ള അവസ്ഥ എന്താണ്, അവർ ബോധവാന്മാരാണോ, അവർക്ക് എന്തെങ്കിലും മറ്റു ബ്ലീഡിങ്ങോ പോലെയുള്ള ബ്രീതിങ് ഡിഫിക്കൽറ്റി പോലെയുള്ള കാര്യങ്ങളുണ്ടോ, അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ ലൊക്കേഷനിലോട്ട് അഡ്രസ് ഉൾപ്പെടെ പോസ്റ്റ് കോഡ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതപ്പോ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് ആ ഒരു സേവനം സമയം കളയാനില്ലല്ലോ, ഉടനടി എത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് സമയം, വയസ്സറിയാൻ പറ്റുമെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഏജ്, സെക്സ് അറിയാൻ പറ്റുമെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമെങ്കിൽ അതും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്, ആ കോള് വിളിക്കുന്ന ആ കോളറാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എമർജൻസി ഓപ്പറേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മളാണ് അങ്ങനെ ഒരു നമ്പറിലേക്ക് വിളിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ പറയണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കി വെച്ചാണ് അവരുമായിട്ട് സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിലൊന്ന് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.
Okay, thank you.